ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി തക്കാളി കറി കേട്ടോ. ഒരു വ്യത്യസ്ത രുചിയിൽ ഒരു അടിപൊളി തക്കാളി കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ പാത്രം ചൂടായിരുന്ന വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ പെട്ടെന്ന് ചൂടായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് കടുക് ഇട്ട് കൊടുത്താൽ കടുകും പെട്ടെന്ന് അങ്ങ് പൊട്ടി വരും. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള അളവാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അധികം എരിവ് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ ചോറിനും ചപ്പാത്തിക്കും ഏറ്റവും അടിപൊളി കേട്ടോ. അപ്പോൾ ഒരുപാട് എരിവ് വേണമെന്നുള്ളവർക്ക് എരിവ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഒന്ന് കൊത്തി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്നു വരും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സവാള ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ആ ആവിയിൽ കുറച്ചുകൂടി ഒന്ന് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ സവാള എല്ലാം ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു വലിയ തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വലുതല്ലേ ചെറുതാണുള്ളതെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അതായത് ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. തീരെ ചെറുതാണെങ്കിൽ 3 4 ഒക്കെ ചിലപ്പോൾ ചേർക്കേണ്ടി വരും. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് വരണം, നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, തക്കാളിയിൽ ഈർപ്പമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതായത് നമ്മളിതിൽ മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ പച്ചമണം എല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അതായത് ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഈ ഒരു തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. സോറി കേട്ടോ, ഇത് ഒഴിച്ച സമയത്ത് എനിക്കിത് കാണിക്കാൻ നിങ്ങളെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. 1 കപ്പ് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ പാൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അത് നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊന്ന് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അധിക സമയമൊന്നും തിളപ്പിക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് കുറുകി വരും. അപ്പം ഞാനിത് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിലേ ഇനി ഒരു പ്രാവശ്യം ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കേ.